എനിക്ക് കുഞ്ഞിലെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഒരു പ്രണയം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അറിവ് വെച്ചൊരു 3-3.5 വയസ്സ് തൊട്ടിട്ട്. 3.5 വയസ്സ് തൊട്ടുള്ള പ്രണയമോ? ശരിയല്ലല്ലോ ആ പ്രണയം അത്ര. ശരിയല്ലല്ലോന്നോ, എനിക്ക് എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയോ? ഞാനും അവനും കൂടിയും സാരി ഞാൻ ഒരുപാട് അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാനും അവനും സാരി വെച്ചിട്ട് പന്തല് കെട്ടും. എന്നിട്ട് ഞങ്ങളുടെ പിള്ളേർ ഏതാന്ന് വെച്ചാല് ഈ തേങ്ങക്ക് മുമ്പായിട്ട് ഇളനീരിന്റെയും തേങ്ങയുടെയും നടുക്കായിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ തൊണ്ട് എന്ന് പറയും, മുച്ചിങ്ങ എന്നൊക്കെ പറയും. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങള്. അത്രമേൽ അവനില്ലാതെ ഞാനും ഞാനില്ലാതെ അവനും ക്ലാസ് പോകില്ലായിരുന്നു. അങ്ങനത്തെ എൻ്റെ കസിൻ തന്നെയാണ്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പൊ ആശാൻ കല്യാണം കഴിച്ചൊരു കുഞ്ഞിന്റെ അച്ഛനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം കസിൻ എന്ന് പറയുമ്പോ വാപ്പായുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ഒക്കെ ചേട്ടൻ അനിയൻ മക്കള്. എൻ്റെ ഉമ്മയും വാപ്പയും തന്നെ ഏട്ടന്റെയും അനിയന്റെയും മക്കളാണ്. സ്വന്തം ഏട്ടന്റെ മുറച്ചെറുക്കനും മുറപ്പെണ്ണും അല്ല താനും. എൻ്റെ വാപ്പയുടെ വാപ്പയും ഉമ്മയുടെ വാപ്പയും തമ്മിൽ ഏട്ടനും അനിയനുമാണ്. ഏട്ടൻ അനിയൻ മക്കൾ തമ്മിലാണ്. അങ്ങനെ കല്യാണം സ്വന്തം സഹോദരങ്ങൾ തമ്മിലുള്ള മക്കൾ തമ്മിലാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ എല്ലാരും സഹോദരങ്ങളാണ്. പക്ഷെ എന്റെ ഉമ്മാനെ പുറത്തേക്ക് കല്യാണം കഴിപ്പിക്കേണ്ട, അകത്തുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം എന്നുള്ള പ്രണയമൊന്നും അല്ലായിരുന്നു, ഫാമിലി വിവാഹം കഴിച്ചതാണ്. അപ്പം എന്റെ ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഇവനില്ലാതെ ഞാൻ സ്കൂളിലോ മദ്രസയിലോ പോകില്ല. അപ്പൊ എന്നെ ആദ്യമായിട്ട് മദ്രസയിൽ ചേർത്ത്. അല്ല, ഞാൻ അതിനു മുമ്പ് ഈ 3.5 വയസ്സിലെ പ്രണയം, ഇത് എങ്ങനെയാണ് ഈ പ്രണയം മുട്ടിട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ കമ്പനിക്കാരുണ്ട്. പക്ഷെ ഇവന്റെ കൈ പിടിക്കാതെ ഞാൻ നടക്കൂല. ഇവനും ഞാനും ഫുൾ ടൈം ഇവനും ഞാൻ കളിക്കുള്ളൂ, വേറെ ആരെയും ഞങ്ങൾ കളിക്കാൻ കൂട്ടൂല. അപ്പോൾ ഇവന്റെ കൂടെ ഞാൻ നടക്കുള്ളൂ എന്നുള്ള, നഴ്സറി പോവുകയാണെങ്കിൽ ഇവൻ വേണം. അങ്ങനെ എന്നെ മദ്രസയിലേക്ക് ചേർത്തി. ഞാനും ഇവനും മദ്രസയിൽ ഒരേ മദ്രസയിൽ തന്നെയാണ്. അപ്പൊ ഇവൻ മദ്രസയിൽ പോകണമെങ്കിൽ എനിക്ക് ഇവൻ വേണം, അല്ലെ അന്നത്തെ ഓൻ ലീവുള്ള ദിവസം ഞാൻ ലീവാ. അങ്ങനത്തെ ഒരു അത്രക്ക് പ്രണയത്തിനൊക്കെ ശരിക്കും എന്താ പറയാ, അത്രമേൽ വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീട്ടുകാർ ഒരു പക്ഷെ അവനെ കൊണ്ടേ കല്യാണം. ഞങ്ങൾ രണ്ടാളും ഒരേ ഏജ് ആട്ടോ. അങ്ങനെ എൻ്റെ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ട്, അവൻ്റെ വീട് കുറച്ച് കുന്നിൻ്റെ മുകളിലാണ്. അപ്പം ഞാൻ മദ്രസയിൽ പോകാനൊക്കെ റെഡി ആയിട്ട് അടുക്കള വശത്ത് വന്നിട്ട് ഇവൻ്റെ പേര് മേലോട്ട് നോക്കി വിളിക്കും. അപ്പം എൻ്റെ ഈ കഥയിലെ വില്ലത്തി എന്ന് പറയുന്നത് എൻ്റെ വാപ്പയുടെ ഉമ്മയാണ്. എൻ്റെ വാപ്പയുടെ ഉമ്മ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ലേഡിയാണ്. ഭയങ്കര സ്ട്രോങ് എന്ന് വെച്ചാൽ ആള് എന്താ പറയുക, ഈ വല്യമ്മക്ക് ഒരാങ്ങളയുണ്ട്. ആങ്ങള നമ്മുടെ ബഷീറിനെ പോലെയാണ്, 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. 1 7 മക്കളും 1 8 മക്കളും ഉണ്ട്. 15 പേരക്കുട്ടികൾ. അമ്മാമന്റെ ആങ്ങളയിലുള്ളത് ഈ 15 ആളും അവിടെ തൊട്ടടുത്ത് തന്നെയാട്ടോ, ഞങ്ങൾ ആ ഏരിയയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഉമ്മാമ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ഉമ്മാമനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ സഹോദരന്മാരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവരും അറിഞ്ഞു ഞങ്ങളുടെ പ്രണയകഥ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന. അല്ല, ഇത് ഏത് സമയത്താണ് ഈ പ്രണയം അറിയുന്നത്? അവരെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന സമയത്താണ് ഇവരറിയുന്നത് ഞാനും ഇവനും ഒരുമിച്ച് സ്കൂളിലും മദ്രസയിലും പോകുന്നു. അതാ ഞാൻ ചോദിച്ചത്. അപ്പം ഏത് പ്രായത്തിലാണ് ഇത് ജനങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ജനങ്ങൾ അറിഞ്ഞു അല്ലെങ്കിൽ കുടുംബക്കാർ വീട്ടുകാരൊക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞത് ഏത് സമയത്താണെന്നാണ്? അല്ല, കുടുംബക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കളിക്കുന്ന പ്രായം തൊട്ടിട്ട് ഒരു പുറത്ത് നമ്മൾ ഒറ്റക്ക് കളിക്കാൻ ഇറങ്ങൂല, അന്ന് തൊട്ടിട്ട് ഇവന്റെ കൂടെ ഞാൻ കളിക്കാറുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ എന്നെ മദ്രസയിൽ അന്ന് 4-ലോ 5 വയസ്സിലങ്ങാണ്ടല്ലേ മദ്രസയിൽ ചേർത്തത്. പോലെ 3.5 വയസ്സിലൊന്നും അല്ലല്ലോ, 5 വയസ്സ്. ഞാനും 5 വയസ്സിലൊക്കെ 4-5 വയസ്സിലങ്ങാണ്ടാണ് ഞങ്ങൾ മദ്രസയിൽ ചേർത്തിയത്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഇവനെ പേര് വിളിക്കും വെള്ളോട്ട്. അപ്പൊ ഇവന്റെ ഏട്ടന്റെ ഭാര്യമാര് തിരിച്ചു പറയും ഓൻ പോയി എന്ന് പറയും. അപ്പേക്കുണ്ട് എനിക്കൊരു ഹാലിളകാന്, ബുക്കൊക്കെ ഒരു ഏറുകയാണ്. ആ അടുക്കള ഭാഗത്ത് നിന്ന് ഇറങ്ങിയിട്ട് വീടിന് ചുറ്റും ഒരു 4-5 റൗണ്ട് ഞാൻ ഓടും. ഇഞ്ഞ കൂട്ടാണ്ട് ഇന്റെ ആള് പോയോ പറഞ്ഞ് ഇന്റെ ആളെ പേര് ഞാൻ പറയും. അപ്പോൾക്ക് എൻ്റെ വാപ്പയുടെ അമ്മക്ക് ഹാലിളകും.
ഏത് ഡേഷ് മക്കളാടാ പറഞ്ഞെന്ന് ചോദിച്ച് ഞാൻ മാട്ട് തുടങ്ങും. അന്ന് അവൾക്ക് മോളിന്ന് വിളിച്ചറിയോ പോയില്ല കേട്ടോ ഒപ്പം വരാന്ന് പറയും. ഉമ്മാമനെ ചൂടാക്കണം എന്നുള്ളതാണ് ഓരുടെ ലക്ഷ്യം. കാരണം അത്രയും വെറുപ്പിച്ച് നടക്കുന്ന ആൾക്കാരാ. പുതുതായിട്ട് വരുന്ന മരുമക്കളാണല്ലോ, കുറച്ച് കുസൃതി ഉണ്ടാവുമല്ലോ. അങ്ങനെ അവരിത് സ്ഥിരാക്കി, ഞാൻ ഈ വീടിന് ചുറ്റും ഓട്ടം സ്ഥിരാക്കി.